സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയേണ്ട സ്ഥലത്ത് അഷ്ഹദു അന്ന എന്ന് പറഞ്ഞ ബിലാലിന് മുഹമ്മദ് എന്ന് പറയാൻ കഴിഞ്ഞില്ല. സയ്യിദുനാ ബിലാലിന്റെ ഹുബ്ബ് ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അടക്കാനാവാത്ത ഹുബ്ബായിരുന്നു ബിലാലിന്. അങ്ങനെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മദീനത്ത് ബാങ്കില്ല ബിലാലിന്റെ, ഇനി നിങ്ങളാരും ബിലാലിന്റെ ബാങ്ക് കേൾക്കൂല. മദീനത്ത് ബിലാൽ ബാങ്ക് കൊടുക്കില്ല. മാത്രമല്ല സ്വഹാബികൾ ആരെങ്കിലും മദീന പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ ബിലാൽ കരയും. റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഓർത്തിട്ട് കരയും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ബിലാൽ കരയും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ആയിഷ ഉമ്മയുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കടക്കാൻ ഒരു ഡോറുണ്ട്. ആ ഡോറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കരയും ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന സമയം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്താൽ ആ ഡോർ തുറക്കപ്പെടാറുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അകത്ത് ചെന്ന് സമ്മതം ചോദിച്ച് ഇഖാമത്തിന് സമ്മതം ചോദിച്ച് ഇഖാമത്ത് കൊടുത്താൽ പുണ്യനബി ആ ഡോറിലൂടെ കടന്നു വരാറുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആ ഡോർ തുറക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആ ഡോർ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തന്റെ ഹബീബിനെ ഓർത്തിട്ട് ഇങ്ങനെ കരയും ബിലാൽ. മദീന പള്ളിയിൽ ആര് ഇഖാമത്ത് കൊടുത്താലും കരയും. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറി നിന്നാൽ കരയും ബിലാൽ. ഇതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ഹബീബല്ലയോ മിഹ്റാബിലേക്ക് കയറി നിൽക്കാറുള്ളത്? ബിലാൽ കരയുക തന്നെ, കരച്ചിൽ തന്നെ. അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നടന്ന സ്ഥലം കണ്ടാൽ കരയും ബിലാൽ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ സമൂഹത്തിലും ഉണ്ടായിരുന്നില്ലേ ബാങ്ക് കേൾക്കുമ്പോൾ കരയുന്നവർ? ഈ ഉമ്മത്തിലും നമ്മുടെ പൂർവികന്മാരുണ്ടായിരുന്നില്ലേ ബാങ്ക് കേൾക്കുമ്പോൾ കരയുന്നവരുണ്ടായിരുന്നില്ലേ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ ഹബീബിന്റെ ജീവിതത്തിലൂടെ മനസ്സ് കടന്നു പോയവരുണ്ടായിരുന്നില്ലേ? ബിലാലിനെ പോലെ റളിയല്ലാഹു അൻഹു ബിലാൽ ഇങ്ങനെ കരയുമായിരുന്ന. അവസാനം ബിലാൽ പറഞ്ഞല്ലോ, മദീനത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, റസൂലുള്ള ഇല്ലാത്ത മദീനത്ത് ഞാനില്ലെന്ന് പറഞ്ഞ് ഷാമിലേക്ക് കടന്നുപോയ ആരുടെ പേരല്ലേ? ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ സ്ഥലങ്ങളും സംഭവങ്ങളും ഇങ്ങനെ ഓർക്കുമ്പോ കരച്ചിലടക്കി നിർത്താനും കഴിഞ്ഞില്ല. ബിലാൽ കരയും. അബൂദർ റളിയല്ലാഹു അൻഹുമായി നടന്ന ഒരു പ്രശ്നമുണ്ട് മദീന പള്ളിയിൽ. അല്ലാഹുവിന്റെ ഹബീബ ഇരുന്ന സ്ഥലം കാണുമ്പോ ബിലാൽ കരയും. അബൂദറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മനയാണ് സ്വഹാബികൾ റളിയല്ലാഹു അൻഹും. അബൂദറുണ്ട് ആ കൂട്ടത്തിൽ, ബിലാലുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തിനെതിരായ എന്തോ എന്ന് പറഞ്ഞു പോയി. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തിന് എതിരായി, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെതിരായി ബിലാൽ തങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞത്. അത് അബൂദറിനെ പിടിച്ചില്ല. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇബ്ന സൗദാ, കറുത്തവരുടെ മകനെ, ഞാൻ പറഞ്ഞതിനാണോ നിങ്ങൾ എതിര് പറഞ്ഞത്? ഇത് പറഞ്ഞപ്പോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ തങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ ഉമ്മയെയാണല്ലോ ചീത്ത പറഞ്ഞത്. പാവം എന്റെ ഉമ്മ, കറുത്തവരുടെ മകനെ എന്ന് നിങ്ങൾ എന്നെ വിളിച്ചില്ലേ? ആ ഉമ്മ എന്ത് തെറ്റാ ചെയ്തത്? ബിലാൽ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ലൗ ഹാക്കിയന്നക ഇലാ റസൂലില്ലാഹ്, ആകാശത്തിന് ചുവട്ടിൽ എന്റെ വേദന എനിക്ക് പറയാനുള്ളത് എന്റെ ഹബീബിനോടാ. ഞാൻ റസൂലുള്ളാഹിനോട് ചെന്ന് പരാതി പറയും. അള്ളാന്റെ ഹബീബ് മദീന പള്ളിയിൽ ഇരിക്കുകയാ. അബൂദർ അങ്ങ് കയറി, ബിലാൽ അങ്ങ് കയറി ചെന്നു. റസൂലുള്ളാഹിനോട് വേദന പറഞ്ഞു. അള്ളാന്റെ ഹബീബിന് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹിന്റെ ബിലാലിനെ വേദനിപ്പിച്ചത് അള്ളാന്റെ ഹബീബിന് വല്ലാത്ത വേദനയായി. അബൂദറും റസൂലുള്ളാഹിന്റെ അബൂദർ തന്നെയാണ്. അബൂദർ ചില്ലറക്കാരനല്ല. അബൂദർ തന്റെ നാട്ടുകാരെ മുഴുവൻ കൂട്ടി മദീനയിൽ വന്നല്ലോ. അവർ പറഞ്ഞു, അബൂദറെ, ഞങ്ങൾക്ക് മുസ്ലിമാകണം, ഷഹാദത്ത് ചൊല്ലിത്തരണം. അബൂദർ പറഞ്ഞു, ഞാനല്ലേ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാം,
എന്റെ ഹബീബ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാ. കൂട്ടിപ്പോയല്ലോ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയെ, എല്ലാവരും മുസ്ലിം ആകാൻ വേണ്ടി വന്നതാ, അവർക്ക് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണം. അള്ളാഹിന്റെ ഹബീബ് എല്ലാവർക്കും ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തപ്പോ പിന്നെ അബൂദർ പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. അബൂദർ നിങ്ങളുടെ കൂടെ വരുന്നില്ല. അബൂദർ മദീനയിൽ നിൽക്കുകയാ, എന്റെ ഹബീബിന്റെ കൂടെ നിൽക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂദർ പിന്നെ തിരിച്ചു പോയില്ല. റസൂലുള്ളാഹിക്ക് വേണ്ടി നാടും വീടും ഒഴിവാക്കിയ ആരുടെ പേരാണ് അബൂദർ എന്ന്. ഈ അബൂദർ ബിലാലിനെ വേദനിപ്പിച്ചു വന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുഖമാകെ വിവരണമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഹബീബ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂദർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം മടക്കുന്നില്ല. അള്ളാഹിന്റെ ഹബീബ് അബൂദറിന്റെ മുഖത്തേക്ക് നോക്കുന്നുമില്ല. അബൂദറിനെ കണ്ടാൽ അള്ളാഹിന്റെ ഹബീബ് പുഞ്ചിരിയാണ്. മാത്രമല്ല അബൂദറിനെ കണ്ടാൽ വല്ലാത്ത സ്നേഹവായ്പാണ്. മാത്രമല്ല അബൂദറിനെ കണ്ടാൽ പല രഹസ്യങ്ങളും റസൂലുള്ളാഹി അബൂദറിനോട് പറയാറുണ്ട്. അതുകൊണ്ടല്ലേ അബൂദർ ദൈഹികമായ പരിത്യാഗം നടത്തിയത്. ഭൗതിക ലോകത്തൊരു സുഖവും എനിക്ക് വേണ്ട എന്ന് അബൂദർ തീരുമാനിച്ചത്. അള്ളാഹിന്റെ ഹബീബ് എന്തൊക്കെയോ രഹസ്യങ്ങൾ അബൂദറിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അബൂദർ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിച്ചു എന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായി. അബൂദർ പള്ളിയിലേക്ക് കയറി ചെന്ന് സലാം ചൊല്ലി. റസൂലുള്ളാഹി മടക്കുന്നില്ല സലാം, മുഖത്തേക്ക് നോക്കുന്നില്ല അള്ളാഹിന്റെ ഹബീബ്. അബൂദറിന് മനസ്സിലായി, ബിലാലിനെ ഞാൻ വേദനിപ്പിച്ചതാണ് കാരണം. അബൂദർ നേരെ ചെന്നു മദീന പള്ളിയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങ് കടന്നു. ഒരു പുതപ്പെടുത്തിട്ട് മൂടി പുതച്ചിട്ട് ആ വഴിയിൽ അങ്ങ് കടന്നു. എന്താ അബൂദർ ചിന്തിച്ചത്, ബിലാൽ ഈ വഴിക്ക് വരും, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വരുമ്പോ ബിലാലിനോട് പൊരുത്തപ്പെടിയിപ്പിക്കണം, അല്ലാതെ റസൂലുള്ളാഹിനെ തൃപ്തനാക്കാൻ വഴിയില്ല. ബിലാൽ അബൂദർ അവിടെ കടന്നല്ലോ. അല്പസമയം കഴിഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ബിലാൽ നേരെ പള്ളിയുടെ അടുത്തെത്തിയപ്പോ മുഖത്തു നിന്ന് പുതപ്പങ്ങ് മാറ്റിയിട്ട് സലാം ചൊല്ലി അബൂദർ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങൾ സലാം മടക്കി. അബൂദർ പറഞ്ഞു, ബിലാൽ തങ്ങളെ, നിങ്ങളുടെ കാലിൽ നിന്ന് ചെരിപ്പടിക്കണം. ചെരിപ്പടിച്ചിട്ട് ആ കാലുകൊണ്ട് മദീനയുടെ മണ്ണിൽ ഒന്ന് ചവിട്ടണം നിങ്ങൾ. എന്നിട്ട് മണ്ണിൽ ചവിട്ടിയ കാൽപാദം കൊണ്ട് ബിലാലിന്റെ കവളത്തൊന്ന്, അബൂദറിന്റെ കവളത്തൊന്ന് ആഞ്ഞ് ചവിട്ടണം ബിലാൽ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂദർ തങ്ങളെ, നിങ്ങൾ എന്താ എന്നോട് പറയുന്നത്? അല്ലാഹുവിന് വേണ്ടി എത്രയോ സുജൂദ് ചെയ്ത ഈ നെറ്റിത്തടമുള്ള കവളിൽ ബിലാൽ തന്റെ കാലുകൊണ്ട് ചവിട്ടണമെന്നോ? അതൊരിക്കലും ചെയ്യില്ല അബൂദർ തങ്ങളെ. അബൂദർ തങ്ങൾ പറഞ്ഞു, ഞാൻ സലാം ചൊല്ലിയിട്ട് റസൂലുള്ളാഹി മടക്കുന്നില്ല, അള്ളാഹിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. നിങ്ങളെ വേദനിപ്പിച്ചതാണ് അതിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാ, മാപ്പാക്കണേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂദർ തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ കവിളിൽ ഞാൻ ഈ കാലുകൊണ്ട് ചവിട്ടില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും ഒന്നിച്ചു വരുന്നത് കണ്ടപ്പോഴാ റസൂലുള്ളാഹിക്ക് മനസ്സിലായത് അബൂദർ ബിലാലിനോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ടുണ്ട് എന്ന്. അപ്പോഴാ റസൂലുള്ളാഹി സലാം മടക്കിയത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അബൂദറിനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചത്. ഇതൊക്കെ കാണുമ്പോ, ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ബിലാൽ ഇങ്ങനെ കരയും റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് ബിലാലിന് കൊടുത്ത സ്നേഹം, ആ സ്നേഹം ബിലാലിന് മറക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാ ബിലാൽ കരഞ്ഞത്. ബിലാൽ അങ്ങനെ കരഞ്ഞു കാലം തീർത്തില്ലേ. അവസാനം ബിലാൽ പറഞ്ഞു, ഇനി ഞാൻ മദീനത്ത് നിൽക്കുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഓർക്കുമ്പോ വേദന തോന്നുകയാണ്. ഇനി മദീനത്ത് ഞാനില്ല, ഷാമിലേക്ക് കടന്നു കളഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫുള്ളത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫുള്ളത് സിറിയയിലെ ബാബു സഗീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സിറിയ പഴയ കാലത്തെ ഷാമിൽ പെട്ടതാണ്. ബിലാൽ അങ്ങനെ മദീനയിൽ നിന്ന് പോയി. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ വന്ന് ചോദിക്കാണ്, ബിലാൽ എന്നോട് പിണങ്ങിയോ ബിലാൽ? കേട്ടപാട് ബിലാൽ അങ്ങ് ഞെട്ടി ഉണരുകയാണ്, ഡ്രസ് മാറ്റുകയാണ്, കുതിരപ്പുറത്ത് ചാടിക്കയറുകയാണ്.
ബിലാൽ നേരെ വന്നില്ലേ മദീന പള്ളിയിൽ ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്നിട്ട് സിയാറത്ത് ചെയ്ത് പൊട്ടി പൊട്ടി കരയാൻ, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയോട് പിണങ്ങിയതല്ല. ബിലാലിന് എങ്ങനെ അങ്ങയോട് പിണങ്ങാൻ കഴിയും നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങില്ലാത്ത മദീനയിൽ ബിലാലിന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പോയതാ നബിയേ. ബിലാൽ ഇങ്ങനെ കരയാണ്, സലാം ചെല്ലുകയാണ്. സ്വഹാബികൾ കണ്ടു, ബിലാൽ തങ്ങളെ കണ്ടവരൊക്കെ വന്ന് പരിചയപ്പെട്ടു. അപ്പോഴേക്ക് മദീന പള്ളിയിൽ ബാങ്കിന്റെ സമയമായി. സ്വഹാബികൾ അഭിപ്രായപ്പെട്ടു, ബിലാൽ തങ്ങളോടൊന്ന് ബാങ്ക് കൊടുപ്പിച്ചാലോ? സ്വഹാബികൾ ചെന്ന് പറഞ്ഞു, ബിലാൽ തങ്ങളെ, നിങ്ങൾ ആ ബാങ്ക് ഒന്ന് കൊടുക്കുമോ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ബാങ്ക് ഒന്ന് കേൾക്കാൻ പുതിയായിട്ടാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, മദീന പള്ളിയിൽ റസൂലുള്ളാഹി ഇല്ലാത്ത മദീന പള്ളിയിൽ ഇനി ബിലാലിന്റെ ബാങ്കില്ല, തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പലരും പറഞ്ഞു നോക്കി, കേട്ടില്ല. അവസാനം ആരോ പറഞ്ഞു, ഹസൻ ഹുസൈനയോട് പറയാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയോട് പറയിപ്പിച്ചാൽ ബിലാൽ തങ്ങൾ കേൾക്കാതിരിക്കില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരമക്കളല്ലേ, റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന സ്നേഹം നേരിട്ട് കണ്ടവരല്ലേ ബിലാൽ. ആ പൊന്നമക്കൾ എന്ത് പറഞ്ഞാലും റസൂലുള്ളാഹി അത് സാധിപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ. ആളുകൾ ഹസൻ ഹുസൈനോട് ചെന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും ബിലാൽ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ബിലാൽ തങ്ങളെ, ബാങ്ക് ഒന്ന് കൊടുക്കുമോ? വല്യുപ്പാന്റെ കാലത്തുള്ള ബാങ്ക് ഒന്ന് കേൾക്കാൻ പുതിയായിട്ടാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ ആ രണ്ട് പൊന്നമക്കളും പറഞ്ഞപ്പോ മറുത്തൊന്നും പറഞ്ഞില്ല. ബാങ്ക് കൊടുക്കാനായി പീഠത്തിൽ കയറി നിന്നു. ബാങ്കൊലി തുടങ്ങി, ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് അങ്ങ് കേട്ടപ്പോ മദീന പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. മദീനക്കാർക്ക് തോന്നി ഇത് റസൂലുള്ള തിരിച്ചു വന്നു എന്ന. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ബാങ്ക് കേട്ടിട്ട് മാസങ്ങളായി. അവർക്ക് ഈ ബാങ്ക് വിളി കേട്ടപ്പോ റസൂലുള്ള തിരിച്ചു വന്ന എന്ന തോന്നിയത്. കേട്ടവർ മദീന പള്ളിയിലേക്ക് ഓടാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന്റെ ശബ്ദം മദീനയിൽ ഇടിമുഴക്കമായി മാറുകയാണ്. മദീനയെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. സ്വഹാബികൾ കൂട്ടത്തോടെ പള്ളിയിലേക്ക് കൂടുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീന പള്ളിയിൽ വന്ന സ്വഹാബികൾ മുഴുവൻ റസൂലുള്ളാഹിനെ തരയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ കാലമാ അവർക്ക് ഓർമ്മ വന്നത്. റസൂലുള്ളാഹി തിരിച്ചു വന്നോ എന്നാണ് അവർ സംശയിച്ചത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയേണ്ട സ്ഥലത്ത് അഷ്ഹദു അന്ന എന്ന് പറഞ്ഞ ബിലാലിന് മുഹമ്മദ് എന്ന് പറയാൻ കഴിഞ്ഞില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകൾ വിറച്ചു, ഖണ്ഡമിടറി. മഹാനവറുകൾ കരഞ്ഞവിടെ ഇരുന്നു പോയി എന്നാണ് ചരിത്രം. മാത്രമല്ല, മദീനയുടെ ചരിത്രം പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മദീന ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിവസമായിരുന്നു അന്നെന്ന് മദീനയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും.